ഓണം സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് പുളിയിഞ്ചി ആക്കിയാലോ. പുളിയിഞ്ചി ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് നോക്കാം. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണല്ലോ പുളിയിഞ്ചി. ഇതിന് പല പേരുകൾ പറയും. പുളിയിഞ്ചി, ഇഞ്ചിക്കറി എന്നെല്ലാം. നമ്മൾ ഇന്നുണ്ടാക്കുന്നത് പുളിയിഞ്ചിയാണ്. 250 ഗ്രാം വാളംപുളി 2 കപ്പ് വെള്ളത്തിൽ ഇട്ട് നമ്മൾ കുതിർത്ത് വെക്കണം. ഒരു 150 ഗ്രാം ഇഞ്ചി തൊലി കളഞ്ഞ് ചെറുതാക്കി നുറുക്കി വെക്കുക. 100 ഗ്രാം പച്ചമുളകും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വയ്ക്കുക. ഇനി 1 ടീസ്പൂൺ ഉലുവപ്പൊടി, 3 അച്ച് ബെല്ലം, 1 കഷ്ണം കായം, ഒരു 4-5 ചെറിയ ഉള്ളി ചെറുതാക്കി നുറുക്കിയത്, 4 വറ്റൽമുളക് കീറിയത്, കറിവേപ്പില. ഇനി നമുക്ക് പൊടികൾ നോക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, കടുക്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കണം നോക്കാം. ഒരു മൺചട്ടി എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. മൺചട്ടി തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതിലേക്ക് നമ്മൾ ഈ കുതിർത്ത് വെച്ച വാളംപുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം. പുളി മുഴുവൻ പിഴിഞ്ഞ് നല്ല രീതിയിൽ പിഴിഞ്ഞ് അതിലെ സത്ത് മുഴുവൻ എടുക്കുന്ന രീതിയിൽ പിഴിഞ്ഞ് എടുക്കണം. ആ പുളിയുടെ എല്ലാ വെള്ളവും നമ്മൾ പിഴിഞ്ഞ് എടുത്തെടുക്കുക. കറുത്ത പുളിയാണെങ്കിൽ വളരെ നന്നായി നമുക്ക് പുളിയിഞ്ചിയുടെ കളറ് നല്ല കറുപ്പ് നിറത്തിൽ കിട്ടും. അങ്ങനെ കുതിർത്ത് വെച്ച പുളി മുഴുവൻ പിഴിഞ്ഞ് നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കായം ഇട്ട് കൊടുക്കാം. പിന്നെ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കുക. ശർക്കരയും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് വേവിക്കുക. പുളിയും ശർക്കരയും ഉള്ളിയും നന്നായി അലിഞ്ഞ് വേകുന്നത് വരെ, കുറുകി വരുന്നത് വരെ നമുക്ക് അടുപ്പത്ത് വെച്ച് ഇത് അടച്ച് വെച്ച് വേവിക്കണം. ഇപ്പം നമ്മുടെ പുളിഞ്ചി കുറുകി വന്നിട്ടുണ്ട്. ശർക്കരയെല്ലാം അലിഞ്ഞു. ഉള്ളിയും ശർക്കരയും പുളിയും എല്ലാം ചേർന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് ഇളക്കി വേവിക്കണം. നന്നായി ഇളക്കി കൊടുത്ത് അതും ഒന്ന് വേവിച്ച് കുറുകി വരുന്നത് വരെ അടച്ച് വയ്ക്കുക. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെന്ത് നമ്മുടെ പുളിയിഞ്ചി കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ പൊടിയും കൂടി ചേർത്ത് ഇളക്കുക. ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടണം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകും നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും ഇട്ട് കൊടുത്ത് പൊട്ടിക്കുക. കടുകും വറ്റൽമുളകും പൊട്ടി പാകമാകുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് തീ ഓഫ് ചെയ്ത് നമ്മുടെ പുളിയിഞ്ചിയിലേക്ക് ഇത് ചേർക്കാം. അങ്ങനെ പുളിയിഞ്ചിയിലേക്ക് നമ്മൾ കടുക് വറുത്ത് ഇട്ട് കൊടുത്തു. അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായി കുറുകി വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമല്ലേ. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി തയ്യാറായി കഴിഞ്ഞു. ഈ ഓണത്തിന് നിങ്ങൾ ഈ പുളിയിഞ്ചി ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കമൻറ്റ് പോസ്റ്റ് ചെയ്യാനും മറക്കരുത്. ഇനി
നമുക്ക് അടുത്ത വീഡിയോയിൽ